ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇൻഡസ് വ്ലോഗ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്നതാണ്, മക്കളെല്ലാവരും ഫോൺ അഡിക്റ്റഡ് ആണ്. ഫോൺ അല്ലെങ്കിൽ ടി വി, കാർട്ടൂൺസ് അല്ലെങ്കിൽ ഗെയിംസ്, അങ്ങനെ ഓരോന്ന് കണ്ടുവരുന്ന കുട്ടികളാണ് ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി നമുക്ക് നല്ല നല്ല കുറച്ച് ടോയ്സ് അവരെ പരിചയപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ആവാൻ സഹായിക്കുന്ന കുറച്ച് ടോയ്സാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. വെറുതെ ഓരോ ടോയ്സ് നമുക്ക് അവർക്ക് കളിക്കാൻ കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ടോയ്സ് നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോൺ അഡിക്ഷനൊക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ നമ്മുടെ ദർശപ്പന് വാങ്ങിച്ച 2 ടോയ്സിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വണ്ടി ഇതാണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഫ്രൂട്ട്സിൻ്റെ പസിലാണ്, കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതിൽ പലതരം ഫ്രൂട്ട്സ് വരുന്നുണ്ട്. ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതിനെ എടുത്ത് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സ്ഥാനത്ത് വെക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒരു കളിക്കുന്ന ഒരു ടോയ് ആണ് ഇത്. കണ്ടില്ലേ, ഗ്രേപ്സ്, പൈനാപ്പിൾ, വാട്ടർമെലൺ, ബനാന, അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഈസി ആയിട്ട് ഇങ്ങനെ എടുക്കാനും തിരിച്ചതുപോലെ തന്നെ വെക്കാനും നമുക്ക് പറ്റും. ഇത് കുറച്ചിങ്ങനെ താഴ്ത്തി കഴിഞ്ഞ് ഇത് മൊത്തം പോരും ചെയ്യും കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ തന്നെ വയ്ക്കുന്നത്. കണ്ടില്ലേ, ഈസി ആയിട്ട് നമുക്കിത് വയ്ക്കാനും അതുപോലെ തന്നെ എടുക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഇതിപ്പോൾ ദർശപ്പൻ ഇതിൽ കളിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അധികം നേരമൊന്നും കളിക്കുന്നില്ല, കുറച്ച് നേരമൊക്കെ ഉള്ളൂ. അവനെ കാണുമ്പോൾ ഉള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവനത് മാറ്റി വയ്ക്കും, വിട്ടുപോകും. അപ്പോൾ പക്ഷേ എങ്കിലും അവനത് കറക്റ്റ് സ്ഥലത്ത് വെക്കുന്നില്ലെങ്കിലും ഏകദേശം അവൻ ഇതിൽ വെക്കാൻ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഏതെങ്കിലും ഇപ്പോൾ ഒരു പൈനാപ്പിൾ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ പൈനാപ്പിളിൽ തന്നെ വെക്കാതെ വേറെ എവിടെയെങ്കിലുമൊക്കെ ഇത് വെക്കാനായിട്ട് അവൻ നോക്കുന്നുണ്ട്. അവൻ കുഞ്ഞല്ലേ, അപ്പോൾ പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനത് കുറച്ചും കൂടെ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഞാൻ ഇപ്പം തന്നെ അവനെ അതിന് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, കറക്റ്റ് ഓരോ സ്ഥലത്ത് തന്നെ ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 134 കേട്ടോ. വളരെ കുറഞ്ഞ ഒരു ക്യാഷിന് വാങ്ങാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. ഇത് വളരെ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ഈ ഒരു പ്രായത്തിൽ നിന്ന്, ഇപ്പോൾ അവന് 2.5 വയസ്സാണ്, 2.5 വയസ്സാവുന്നു. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഇതൊന്നും കൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നെക്സ്റ്റ് വേണ്ടേ ഇങ്ങനത്തെ ഒരു ഐറ്റം കേട്ടോ. ഈ ഒരു ഐറ്റമാണ് നെക്സ്റ്റ് ഞാൻ അവനായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഇതെന്ന് പറയുമ്പോൾ പല കളേഴ്സിലുണ്ട്. സ്ക്വയർ, ട്രയാങ്കിൾ, റൗണ്ട്, പിന്നെ ദേ ഇങ്ങനത്തെ ഒരു ഷേപ്പ്. ഇത് ഈ ഒരു 5 ഷേപ്പിലാണ്, 5 കളേഴ്സും 5 പീസസുമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് റൗണ്ട് ദേ ഇങ്ങനെ എടുത്ത് വയ്ക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ യൂസേജ്. ഇതവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നേരത്തെ ഞാൻ കാണിച്ച സംഭവത്തെക്കാളും ഇതാണ് അവന് ഒന്നും കൂടെ ഇഷ്ടമായിട്ടുള്ളത്. ഇത് കറക്റ്റ് ഇതിലേക്ക് തന്നെ ഇങ്ങനെ വയ്ക്കുമ്പോൾ അതവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ അവന് ഒരുപാട് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൻ കറക്റ്റ് സ്ഥലത്തല്ലെങ്കിലും ഇതിലേക്ക് വയ്ക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ഐറ്റംസ് നമുക്ക് കുറച്ച് നേരം പിള്ളേരെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു ഐറ്റംസാണ് ഇങ്ങനത്തെ. കാരണം കുറച്ച് നേരം അവർ ശ്രമിക്കും ഇത് ഏതിലാണ് വെക്കേണ്ടത്, ഇത് എന്താണ് സംഭവം എന്ന് കുറച്ച് നേരം അത് ആലോചിച്ച് ഇരിക്കും. അപ്പോൾ നമുക്ക് ഈ ഫോണും ടി വി ഒക്കെ കുറച്ച് നേരം നമുക്ക് അതിൽ നിന്ന് ശ്രദ്ധ മാറ്റി പിടിക്കാൻ ഇങ്ങനത്തെ ഐറ്റംസ് വളരെ നന്നായിരിക്കും. നമ്മൾ വെറുതെ എന്തെങ്കിലും ടോയ്സ് വാങ്ങിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ അവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള ടോയ്സ് വാങ്ങിച്ചു കൊടുക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക. ഈ ഒരുപാട് ടോയ്സ് ഇനി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ, മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ആയിട്ട്. ഞാൻ ഇത് വാങ്ങിച്ചിരിക്കുന്ന മീഷോന്നാണ് കേട്ടോ, മറ്റേത് ഫ്ലിപ്കാർട്ടിൽ നിന്ന്, ഇത് മീഷോന്നും. വേറെ ഒരുപാടുണ്ട്, ABCD ആൽഫബെറ്റ്സ്, അതല്ലാതെ ഫ്രൂട്ട്സ്, ആനിമൽസ്, അങ്ങനത്തെ ഒരുപാട് കാർഡുകൾ, ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചുള്ള സംഭവങ്ങൾ വാങ്ങിക്കൊടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ABCD ഒന്നും ഇപ്പോൾ അവന് പറഞ്ഞു കൊടുക്കാനായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ട്രൈ ചെയ്യാത്തത്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് നോക്കണമെന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ നേരം കുട്ടികളെ ഇതിലേക്ക് നമുക്ക് പിടിച്ചിരുത്താൻ സാധിക്കും. അപ്പോൾ ഈ 2 പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ കയറി ചെക്ക് ചെയ്യുക കേട്ടോ. എന്തായാലും ഒന്ന് വാങ്ങിച്ച് നോക്കുക. കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടോയ്സാണ് ഇപ്പോൾ ഞാൻ 2 എണ്ണം കാണിച്ചത്. ഇനി ഒരുപാടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിലേക്കും ബൈ.